ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ ഒരു എട്ടിൻ്റെ ഒരു പണി കിട്ടിയത് കേട്ടോ. അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എന്ത് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോരുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ ഇതുണ്ടെങ്കിൽ കമൻ്റായിട്ട് രൂപപ്പെടുത്തുക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് വരാം. അപ്പം എന്താണ് വിഷയം എന്ന് വെച്ചാൽ, പല ആളുകളും പുതിയ യൂട്യൂബേഴ്സിനുള്ള വീഡിയോ കേട്ടോ. പല ആളുകൾക്കും അറിയാത്തൊരു വിഷയം, പല ആളുകളും അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ഈ എട്ടിൻ്റെ പണി കിട്ടി വരും, അവനവനക്ക് കിട്ടി വരും, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാണ്ട് പിന്നെ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഷോർട്സിന് ഷോർട്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വ്യൂസ് കിട്ടുന്നുണ്ടാവില്ല പല ആളുകൾക്കും. എനിക്കതുപോലെ ഞാൻ ആദ്യം ഷോർട്സ് വിടും. ഞാൻ വീഡിയോസ് കുറവാണ്, വീഡിയോസ് ആകെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഷോർട്സ് ആണ് മെയിനായിട്ട്. ഞാൻ ആദ്യം സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടിക്കാണ്ട് ഷോർട്സ് ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം ഇട്ട് വന്നത്. ഞാൻ വെറുതെ ഒന്ന് ഇട്ടതായിരുന്നു. കുറച്ച് വ്യൂസ് കിട്ടി, 500, 600, 700 വ്യൂസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്ത്, ഇൻട്രസ്റ്റ് ആയപ്പോൾ അങ്ങനെ ഇട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് എന്തായാലും 500, 600, 700 വ്യൂസുകൾ, 1000 വ്യൂസുകളൊക്കെ ആയിരുന്നു. അതിനിടയിൽ ചില നല്ല കണ്ടന്റുകൾ വന്നപ്പോൾ അതിലെന്ത് ചെയ്ത് 8000, 15000 ഒക്കെ വ്യൂസ് അങ്ങനെ വന്നിരുന്നു. അപ്പൊ എന്തായാലും 100ന്റെ മേപ്പോട്ട് എങ്ങനായാലും എന്ത് ചെയ്യാറുണ്ട്, വ്യൂസ് വരലുണ്ട്, ഓരോ ഷോട്ടിന് വരലുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് തീരെ വ്യൂസ് വരുന്നില്ല. ഷോർട്സിന് തീരെ വ്യൂസ് വരുന്നില്ല. 10 വ്യൂസ്, 15 വ്യൂസ്, അതിൽ കൂടുതൽ വരുന്നേ ഇല്ല. എങ്ങനെ നോക്കിയിട്ടും അതിലെന്ത് ചെയ്യുന്നില്ല, വ്യൂസ് വരുന്നില്ല. അപ്പോൾ പല ആളുകൾക്കും ഇത് പ്രശ്നം പറ്റിയിട്ടുണ്ടാവും അല്ലെ. നല്ല 500, 600, 1000, 1000, 2000 ഒക്കെ വ്യൂസ് വന്നോടത്ത് തീരെ വ്യൂസ് ഇല്ലാത്തൊരവസ്ഥ. 10ന്റെ ചോട, 20ന്റെ ചോടായിട്ടുള്ള വ്യൂസുകൾ മാത്രം. അപ്പം എന്താണെന്ന് പല ആളുകൾക്കും, എന്നെ പോലെ പുതിയ യൂട്യൂബേഴ്സ്, പഴയ യൂട്യൂബേഴ്സ് അല്ല, ഞാനൊരു ഒരു തുടക്കക്കാരനാണ്. തുടങ്ങിയിട്ടുള്ളൂ, അതിനകത്തായിട്ടില്ല തുടങ്ങിയിട്ട്. മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടൊന്നുമില്ല. അപ്പം സബ്സ്ക്രൈബ് ആവണല്ലോ, സബ്സ്ക്രൈബ് ആയിട്ടില്ല. അപ്പം അത് എങ്ങനെ വന്നോന്നും അതിനെന്ത് പരിഹാരം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയണ്ട കേട്ടോ. അപ്പോൾ അത് വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ അറിയുള്ളൂ. അപ്പം എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് കാണാം. അത് സ്കിപ്പ് ചെയ്യാതെ മറ്റേ മുഴുവനായിട്ട് കാണാം, അറിയാത്തവർ കേട്ടോ, ആവശ്യമുള്ളവർ. അപ്പോൾ എങ്ങനെ വെച്ചാൽ, എനിക്ക് പറ്റിയ അബദ്ധം, നമ്മൾ പല ആളുകളും നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ അടിയിൽ പോയിക്കൊണ്ട് നമ്മൾ കമന്റ് ഇടാറുണ്ട്, കമന്റ് വായിക്കാറുണ്ട്. നമ്മൾ ഒരുമിച്ച് മുന്നേറാം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ഞാൻ തിരിച്ചും ചെയ്യാം എന്നൊക്കെ കമന്റ് കാണാം. അപ്പൊ അതിന്റെ അടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാനുണ്ട്, ഞാൻ ചെയ്തു, എന്നെ തിരിച്ചു ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ കമന്റ് ഇടും അല്ലെ. ഞാനതുപോലെ പല യൂട്യൂബേഴ്സിന്റെ ഇടയിൽ പോയിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ ഇട്ട് അതൊരു തെറ്റ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അപ്പൊ നമ്മൾ എന്നിട്ടൊന്നും അങ്ങനെ ഇട്ടിട്ടും നമ്മൾ എന്ത് ചെയ്യണില്ല, സബ്സ്ക്രൈബിന്റെ എണ്ണം കൂടുന്നില്ല. അപ്പൊ എന്ത് ചെയ്ത്, അപ്പൊ ഞാൻ വിചാരിച്ച എന്ത് ചെയ്ത്, നമ്മളെ അങ്ങനെ ഇട്ടിട്ടും അവരെ ചെയ്തിട്ടാണ് ഞാനും ചെയ്ത് തിരിച്ച് ചെയ്യുന്ന പറഞ്ഞത്. പക്ഷെ നമ്മൾ ചെയ്യണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, നമ്മളും പോയിക്കാണ്ട് എന്ത് ചെയ്യും, ഇത് രൂപപ്പെടുത്തും. കമന്റായിട്ട് നമ്മളും പറയും, ഒരുമിച്ച് മുന്നേറാം നമ്മളും പറയും. അപ്പോ അത് എന്താണ്, അത് യൂട്യൂബേഴ്സിന്റെ പോളിസിയിൽ അത് പറ്റൂല എന്നുള്ളതാണ് പോളിസിയിൽ. അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ അത് സ്കാമായിട്ട് രൂപപ്പെടും. അത് ഒരിക്കലും എന്താവില്ല, അത് നമുക്ക് അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചാനൽ അത് എന്ത് ചെയ്യും, ചാനലിന്റെ വ്യൂസ് കുറയാണ്ട് ഫ്രീസ് ആയിക്കാണ്ട് മാറും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. അത് ഞാനും എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞതാട്ടോ. സത്യമാവണമെന്ന് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴിയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയണം. കാരണം ഞാനത് ഒഴിവാക്കിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് പല വീഡിയോസിലും അങ്ങനെ ഞാൻ പോയി ചെയ്തത്. ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് കാരണം 500, 600 വ്യൂസ് ഉള്ള സമയത്ത് ഉണ്ടായിരുന്നത് പെട്ടെന്ന് 10 വ്യൂസും 15 വ്യൂസ് 20 വ്യൂസും ആയിട്ട് മാറി. വ്യൂസും കയറുന്നില്ല. ഞാൻ എന്ത് ചെയ്ത്, ആ ആ ഇത് ഞാനത് കംപ്ലീറ്റ് പോയി കണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഡിലീറ്റ് ചെയ്ത്. ആ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇട്ട വീഡിയോ ഒക്കെ എന്ത് ചെയ്ത്, എനിക്കിപ്പോൾ വ്യൂസ് കൂടുകയും ചെയ്തിരിക്കണ്, എനിക്ക് വ്യൂസ് വന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ ഒരു വിഷയം രൂപപ്പെടുന്നത്. നമ്മള് ഇത് കമന്റ്, ഇത് യൂട്യൂബർ ചെയ്യണതല്ല കേട്ടോ. യൂട്യൂബർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കമന്റ് ഇട്ട ആ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് യൂട്യൂബിന്റെ പോളിസിയാണ്. യൂട്യൂബ് അത് എന്ത് ചെയ്യുന്നതാണ്, അത് ഇതാക്കണം. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാനോ ഒന്നും കഴിയില്ല. യൂട്യൂബർക്ക് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല അതിനെക്കുറിച്ച്. അപ്പൊ യൂട്യൂബ് എന്ത് ചെയ്യണതാണ്, നമ്മളെ അക്കൗണ്ട് അത്
ഫ്രീസ് പോലെ ഫ്രീസ് ആക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഫ്രീസ് എന്നുള്ള പരിപാടി യൂട്യൂബിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അത് പല ആളുകളും പല യൂട്യൂബേഴ്സും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഫ്രീസ് എന്നുള്ളൊരു പരിപാടി ഇല്ല. അതില് യൂട്യൂബ് അങ്ങനെ ഒരു ഇതാണല്ലോ, എ ഐ ഇതിന്റെ ഒരു രീതിയിലാണ് ഫുള്ള് പ്രവർത്തിക്കുക. ഒരാൾ ഉണ്ടാക്കണതൊന്നുമല്ലല്ലോ ഫുള്ളായിട്ട് പ്രവർത്തിക്കുന്നത്. അതിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല. അതറിയുന്ന ആളുകൾ അതിനെ പറ്റി കമന്റ് അവർ വീഡിയോസ് യൂട്യൂബിൽ നോക്കിയാൽ എങ്ങനെയാണ് യൂട്യൂബ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ എന്ന രൂപത്തിലാണ്. അപ്പോൾ അതിന് ഒരിക്കലും എന്ത് ചെയ്യുക, ആരും എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തവരിൽ 8ന്റെ പണി കിട്ടും, നമ്മൾ വ്യൂസ് കിട്ടൂല. അങ്ങനെ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പോയി ഡിലീറ്റ് ചെയ്യുക. നമുക്ക് ഡിലീറ്റ് യൂട്യൂബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. നമുക്കത് ഇപ്പോൾ പോയാൽ നമുക്ക് തപ്പിയാൽ കിട്ടിക്കോളണമെന്നില്ല അല്ലേ. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഏതൊക്കെ പല യൂട്യൂബിലും പോയിക്കാണ്ട് ചാനലും പോയിക്കാണ്ട് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഏതൊക്കെ ചാനൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ ചാനൽ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാം, YT സ്റ്റുഡിയോയിൽ പോയിക്കാണ്ട് ചെയ്യാം. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എന്ത് ചെയ്യാം ലാസ്റ്റ് വിട്ടുതരാം, എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം അതിന്റെ ലാസ്റ്റ് കമന്റ് ആയിട്ട് എൻ്റെ ഇതിൽ സ്ക്രീൻഷോട്ട് ആക്കി ഇട്ടുതരാം. അതിപ്പോൾ പോയിക്കാണ്ട് എന്ത് ചെയ്യാം, കമന്റുകൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്താൽ വ്യൂസുകൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ഒരു വ്യൂസ് കയറി വരുന്നു. സബ്സ്ക്രൈബും കൂടിക്കുന്നുണ്ട്. ഇപ്പോൾ ലേശം സബ്സ്ക്രൈബ് കാരണം ഒരു 100 സബ്സ്ക്രൈബൊക്കെ ഉള്ളതിന് 100 ചോടെ സബ്സ്ക്രൈബ് ഉള്ളതിന് ഇപ്പം എനിക്ക് 300 സബ്സ്ക്രൈബ് അയക്കണം. അതുകൊണ്ട് അടുത്ത ഏകദേശം സബ്സ്ക്രൈബ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ആവണം, വീഡിയോസിന് വ്യൂസ് വരണം, ലൈക്ക് വരണം, ഒക്കെ വരണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് ഉപകാരപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ ബാക്കിൽ വിടട്ടില്ല, അവസാനം വിടാം. എല്ലാവരും ഒന്ന് കണ്ടിക്കാണ്ട് ഉപകാരപ്പെടുന്നവർ അത് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ എൻ്റെ വ്യൂസുകളൊന്ന് കാണിച്ചു തരട്ടെ. ആദ്യത്തെ വ്യൂസുകൾ അതിൽ ഞാൻ കാണാൻ ചില ഫസ്റ്റിൽ 719 എൻ്റെ വ്യൂസ് കിട്ടിയത്. ഞാനിപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ പുതിയ ചാനലാണ്. അതിൽ തന്നെ നോക്കിയാൽ കാണാം. അതൊക്കെ 457 ഇങ്ങനെ ഈ ഒരു രീതിയിൽ എനിക്കിങ്ങനെ വന്നു പോയിരുന്നു. പിന്നെ അതിൽ 11 വ്യൂസ് ഒക്കെ വന്നിരുന്നു. അതിൽ തന്നെ നോക്കിയാൽ കാണാതാ 8.6 ഈ രീതിയിലൊക്കെ എനിക്ക് വ്യൂസ് വന്നിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ അതിൻ്റെ ശേഷം എനിക്കിങ്ങനെ വന്നിരുന്നു 700 എന്തായാലും 400ൻ്റെ പുറത്ത് തന്നെ എനിക്ക് എന്തായാലും വ്യൂസ് വന്നിരുന്നു. ആ രീതിയിൽ വന്ന് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കണതിൻ്റെ ഇടയിലായിരുന്നു പിന്നെ എനിക്ക് തീരെ വ്യൂസ് ഇല്ലാണ്ട് വന്നിട്ട് അതിങ്ങനെ ആ ഒരു 18-30 വ്യൂസ് എങ്ങനെ നോക്കിയിട്ട് അതിന് തീരെ ഇല്ലായിരുന്നു. 5ൻ്റെ ചോട വ്യൂസ് ഉള്ളായിരുന്നു. 5 അതിനെ ഞാനായത് പല ആൾക്കും വാട്സപ്പിൽ ലിങ്ക് അയച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് ഈ വ്യൂസെങ്കിലും ആയത്. തീരെ മുന്നോട്ട് പോകാത്ത രീതിയിൽ നിൽക്കായിരുന്നു. അതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ആ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണെന്ന് തോന്നുന്നത് എനിക്ക് ഇങ്ങനെ ഒരു അതിൻ്റെ ശേഷം ഇട്ട വീഡിയോസ് എന്ത് ചെയ്തിരിക്കണേ എനിക്ക് തോന്നിയിരിക്കണം. ഞാനിപ്പോൾ ഇതിക്കണ ഈ എന്നിട്ട വീഡിയോസാണ് 439 വ്യൂസ് എനിക്കിപ്പോൾ കിട്ടി. പിന്നെ അതേമാതിരി ഇതൊക്കെ ഷോർട്സാണ് കേട്ടോ. വീഡിയോസ് ഞാൻ ഒന്നേ ഇട്ടിട്ടായിരുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ശേഷം ഇട്ട വീഡിയോ ആണ് ഇത്. അപ്പോൾ 809 വീഡിയോ ഇത് എനിക്ക് അതിന് കിട്ടിട്ടോ. പിന്നെ അതേമാതിരി അതിൻ്റെ ഇതും കൂടി കേട്ടോ, സബ്സ്ക്രൈബ് തീരെ ഇല്ലായിരുന്നു. 120 സബ്സ്ക്രൈബ് ഉള്ളതിന്. അതിൻ്റെ ശേഷം കൂടിയതാണ് ഈ 455 സബ്സ്ക്രൈബ് ആയത് കേട്ടോ. ഞാൻ എങ്ങനെ ഡിലീറ്റ് ആക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഡിലീറ്റ് ആക്കിയപ്പോൾ പല ആളുകൾക്ക് അറിയാമായിരിക്കും കേട്ടോ. അറിയുന്ന ആളുകൾക്ക് ഒഴിവാക്കി പോട്ടോ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അറിയാത്ത ആളുകൾ മുഴുവനായിട്ട് കാണാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതായെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷന് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഫൈൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് മാനേജ് ഹിസ്റ്ററി എന്നുള്ള ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് വേറൊരു പേജിലേക്കാട്ടോ പോവുക. വേറൊരു പേജിലേക്ക് പോകും. ആ പേജിലേക്ക് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട വീഡിയോസുകൾ മുഴുവൻ അതിൽ കാണും കേട്ടോ. ഫുള്ളായിട്ട് കാണാം. നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് കമൻറ്റുകളാണ് വേണ്ടത്. അപ്പോൾ അതിനെതിരെ ഈ ഇൻറ്ററക്ഷൻ എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകും. അതിൽ ഇത് കമൻറ്റ് റീപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം.
അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യം എത്ര കാലം 2020 കമൻറ്റ് ചെയ്ത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇത് യൂട്യൂബ് ചാനൽ കുറേ ഉണ്ടെങ്കിൽ ഞാനിപ്പം ഇത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. ചാനൽ പഴയ ചാനലായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ആക്റ്റീവായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് 2020 വീഡിയോസിൻ്റെ കമൻറ്റ് വരെ ഇതിലുണ്ട് കണ്ടോ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റു ബട്ടണിൽ പോയി കണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആയിപ്പോവും. ഇനി അതല്ല നേരെ പോകണമെന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോസിൽ പോയി കണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ആ വീഡിയോസിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നേരെ ആ വീഡിയോസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആ വീഡിയോസിൽ നിന്ന് എന്ത് ചെയ്യുക, അതിന് നോക്കിക്കാണ്ട്. പക്ഷെ നമുക്ക് അതിൽ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. ഒരുപാട് കമൻറ്റുകൾ വരുന്നതിലാണ് നമ്മൾ പോയിട്ട് തരുന്നത്. അപ്പോൾ കമൻറ്റിൽ തിരഞ്ഞ് പിടിക്കാൻ നമുക്ക് പാടും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്താൽ അങ്ങനെ ഡിലീറ്റ് ആയിക്കാണ്ട് പോയിക്കോളും. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. ഇഷ്ടമായൊരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.